പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറച്ചധികം വിഷമതകളിലൂടെ കടന്നു പോകുമ്പോൾ നല്ലൊരു കാലം നമുക്ക് മുന്നിലേക്ക് ആഗതമാകണമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ചില ശുഭലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്തുമാത്രം ആശ്വാസമാണ് വരിക, അല്ലെ? എന്നാൽ ചില വ്യക്തികൾക്ക് നമ്മുടെ മുന്നിൽ വന്നത് ശുഭലക്ഷണമാണ്, നമ്മുടെ ജീവിതത്തിൽ ഇനി നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള കാര്യമൊന്നും അറിയില്ല. അവർ ആ ലക്ഷണങ്ങൾ കടന്നു വരുമ്പോഴും അവർ മനസ്സുകൊണ്ട് ദുഃഖിച്ചുകൊണ്ടേയിരിക്കും. തങ്ങൾക്ക് ഇനി ജീവിതത്തിൽ മുഴുക്കെ ദോഷമാണല്ലോ എന്നുള്ള രീതിയിൽ ഇവർ കരുതിക്കൊണ്ടേയിരിക്കും. ഞാൻ ഇന്ന് പറയുന്നത് ശുഭത്വങ്ങളുമായി ബന്ധപ്പെട്ട 10 ലക്ഷണങ്ങളെ കുറിച്ചാണ്. ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ നിങ്ങളിപ്പം എന്ത് കഷ്ടതകളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും അതിലൊക്കെ ഒരു മാറ്റം വരാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി പച്ച പിടിക്കാൻ പോകുന്നു, ഭാവിയിലേക്ക് കുറച്ചുകൂടി പുരോഗതി വരാൻ പോകുന്നു എന്നൊക്കെയുള്ള സൂചനകളാണ്. ഇതിൽ ഒരു ലക്ഷണം പോരാ, കുറഞ്ഞത് ഒരു 3 ലക്ഷണങ്ങളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ട് തുടങ്ങുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥമായിട്ടുള്ള ആ ദൈവിക ഊർജം നിങ്ങളിലേക്ക് വർക്ക് ചെയ്തു തുടങ്ങുന്നു എന്നുള്ളതിന്റെ സൂചന. ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം അടുത്തുള്ള ലക്ഷണങ്ങൾ ഉടനെ വരുന്നുണ്ട്. നമ്മൾ ഈശ്വരനെ കൂടുതൽ പ്രാർത്ഥിക്കുക, ക്ഷേത്ര ദർശനങ്ങൾ കൂടുതലായിട്ട് നടത്തുകയൊക്കെ നമുക്ക് അപ്പോൾ കൂടുതലായിട്ട് ചെയ്യാനുള്ള പ്രേരണ കിട്ടും. അതോടുകൂടി ഇച്ചിരി വൈകിട്ട് കടന്നു വരേണ്ടുന്ന ഭാഗ്യം പോലും കുറച്ചുകൂടി നേരത്തെ എത്തിച്ചേരും. അങ്ങനെ ഈ ലക്ഷണങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി പോയാൽ ജീവിതത്തിന് എന്ത് വലിയ ആശ്വാസം ലഭിക്കുമെന്നോ. കാരണം ഇത് പ്രകൃതി നൽകുന്ന ചില തിരിച്ചറിവുകളാണ്. അപ്പൊ ഇത് പൂർണ്ണമായിട്ട് കാണുക, നിങ്ങളുടെ ജീവിതത്തിന് വളരെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. നമസ്കാരം, ഞാൻ RJ ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര ജ്യോതിഷ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിന്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട് തേടിയെത്തുന്ന ഭാഗ്യലക്ഷണത്തില് ആദ്യത്തേതെന്ന് പറഞ്ഞാല് പശുക്കുട്ടി അല്ലെങ്കിൽ കാളക്കുട്ടിയാണ്. അതായത് നമ്മുടെ വീടിന്റെ ഗേറ്റ് കിടന്നോ ഗേറ്റിന്റെ മുന്നിലൂടെയോ ഒരു പശുക്കുട്ടി തനിച്ചു പോവുക, അല്ലെങ്കിൽ അമ്മയോടൊപ്പം ഇങ്ങനെ കടന്നു പോവുക, അല്ലെങ്കിൽ ഒരു കാളക്കുട്ടി കടന്നു പോവുക, ഇതൊക്കെ നമ്മളൊരു മാനസിക വിഷമതയൊക്കെ കൊണ്ട് കഷ്ടപ്പെട്ടിരിക്കുന്നു, ചില രോഗദുരിതങ്ങളായിട്ട് പ്രശ്നങ്ങളായിട്ടിരിക്കുന്നു. അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ ഒരു ലക്ഷണം വരികയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ ഇപ്പൊ എന്തോ ആവട്ടെ, അതിൽ നല്ലൊരു മാറ്റം വരുന്നു എന്നൊരു സൂചനയാണ് അത് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ശംഭോ മഹാദേവ എന്ന് നന്നായിട്ട് വിളിക്കുക. ഒപ്പം തന്നെ പശുക്കിടാവിനോടൊപ്പം നിൽക്കുന്ന സാക്ഷാൽ കൃഷ്ണ ഭഗവാനെയും കൂടി ധ്യാനിക്കുക കേട്ടോ. രണ്ടാമത്തത് മയിലാണ്. മയിലിനെ കുറിച്ച് പ്രത്യേകം നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണല്ലോ. മയില് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടാണ്. നമ്മുടെ വീട്ടിന് അകത്തേക്ക് സിറ്റ് ഔട്ടിലോ മറ്റൊക്കെ മയില് കയറുന്നു എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ നമുക്ക് മാറ്റിത്തരുന്നു, നമ്മുടെ ശത്രുക്കളെ തിരിച്ചറിയിക്കുന്നു. നമ്മുടെ ശത്രുക്കൾക്ക് മേല് പ്രകൃതി തന്നെ, ഈശ്വരൻ തന്നെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. അവരുടെ അത്തരം ശത്രുതാപരമായിട്ടുള്ള കാര്യങ്ങളെ ഉന്മൂലനം ചെയ്യുന്നു എന്നൊക്കെയുള്ള സൂചനയാണ്. നമ്മുടെ തൊഴിലാവട്ടെ, നമ്മുടെ ജീവിതത്തിലാവട്ടെ, ശത്രുതയായിട്ട് ആരെങ്കിലും കടന്നു വരുന്നെങ്കിൽ അവർക്ക് പരാജയം സംഭവിക്കുന്ന ലക്ഷണങ്ങളാണ്. നമ്മുടെ ജീവിതം കൂടുതൽ ഊർജ്ജസ്വലമാകുന്ന ലക്ഷണമാണ് വീട്ടിൻ്റെ മുറ്റത്തോ വീട്ടിൻ്റെ മുകളിലോ വീട്ടിൻ്റെ പടിക്കലോ എല്ലാം മയിൽ വന്ന് നിൽക്കുക എന്നുള്ളത്. മൂന്നാമത്തത് തത്തമ്മയാണ്. തത്തമ്മ വീട്ടിലേക്ക് വരിക, മരക്കൊമ്പിൽ തൊട്ട് വീട്ടിന് അരികെയുള്ള മരക്കൊമ്പിൽ ഇരിക്കുക, അങ്ങനെയൊക്കെ ഉള്ളത് നമ്മുടെ ബുദ്ധിവികാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് വരിക. പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല മാർക്ക് നേടാൻ, ഒരു സർക്കാർ ജോലിയോ മറ്റേതെങ്കിലും തൊഴിലിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് നല്ല തൊഴിലൊക്കെ കിട്ടാനുള്ള ഒരു ഭാഗ്യമായിട്ടാണ് ഈ തത്തമ്മ നമ്മുടെ വീട്ടുപരിസരത്തിൽ ലക്ഷണമായിട്ട് വരുന്നത്. ഇതും വളരെ നല്ലതാണ്. നാലാമത്തത് അണ്ണാറക്കണ്ണനാണ്. അണ്ണാറക്കണ്ണൻ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ശ്രീരാമ സാന്നിധ്യമായിട്ടാണ്. ഭഗവാൻ നമ്മുടെ വീട്ടിലേക്ക് എഴുന്നള്ളി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഏത് തരത്തിലുള്ള നെഗറ്റീവ്, പ്രത്യേകിച്ച് ശനി ദോഷകരമായിട്ടുള്ള നെഗറ്റീവുകളെല്ലാം മാറിക്കിട്ടും. നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ തടസ്സങ്ങളായിട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ വഴി മാറിപ്പോകുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരാൻ സമയമായി എന്നുള്ള ഒരു സൂചനയാണ്. വീട്ടിൻ്റെ മേൽക്കൂരയിലൂടെ അണ്ണാറക്കണ്ണൻ കയറി പോവുക, വീട്ടിനകത്തേക്ക് കയറി വരിക, ഇതൊക്കെ നല്ല ലക്ഷണമാണ്. ഇത് നമ്മൾ ആരെങ്കിലും പിടിച്ചുകൊണ്ട് വെക്കുന്നതല്ല, അത് തനിയെ കയറി വരണം, എങ്കിലാണ് എൻ്റെ ആ ലക്ഷണം എന്ന് പറയുന്നത്. അടുത്ത കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ
ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ റെക്കമെൻഡേഷൻ നോട്ടിഫിക്കേഷനും യൂട്യൂബ് നിങ്ങൾക്ക് അയച്ചിരിക്കുക. എങ്കിലല്ലേ നിങ്ങളുടെ പേര് വിവരങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതും പ്രയോജനപ്പെടുത്തുക. അഞ്ചാമത്തെ കാര്യം, ശലഭങ്ങൾ വീട്ടിനകത്തേക്ക് കടന്നു വരിക. നാഭമായിട്ടുള്ള ശലഭങ്ങളെ ഗന്ധർവ ദൃഷ്ടിയോടെയും കാണപ്പെടുന്നുണ്ട്. ദേവതാഗണങ്ങളുടെ സാമീപ്യമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. എന്തായാലും ശലഭങ്ങൾ വീട്ടിനകത്തേക്ക് കടന്നു വരുന്ന കല്യാണപരമായിട്ടുള്ള തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക്, അതുപോലെ മംഗല്യ ദോഷങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക്, സന്താനപരമായിട്ടുള്ള ദോഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ വളരെ നല്ലതാണ്. വീട്ടിനകത്ത് ഒരു മഞ്ഞ ശലഭം ഇങ്ങനെ പറന്നു പോകുന്നതൊക്കെ വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ദേഹത്തോ നമ്മുടെ പരിസരങ്ങളോ വന്നിരിക്കുകയെങ്കിൽ ഏറെ ഗുണകരമായിട്ടാണ് ഇത് പറയപ്പെടുന്നത്. ആറാമത്തത് വെളുത്ത പ്രാവാണ്. നമ്മൾ ഈ വെളുത്ത പ്രാവിനെ സമാധാനത്തിന്റെ പക്ഷി എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ സംഘർഷം ഉണ്ടാകുന്ന അവസ്ഥകൾ ഉണ്ടാവുക, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കലഹം, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് കലഹം, നമ്മുടെ ബന്ധുജനങ്ങളുമായി കലഹം, അയൽക്കാരുമായിട്ടുള്ള കലഹം, ഇങ്ങനെയുള്ള കലഹ പ്രവണതകളെല്ലാം ഇല്ലാതാക്കുകയും വീട്ടിലെ ഈശ്വരാധീനത്തിന്റെ വർധനവ് ഉണ്ടാവുകയും ചെയ്യും എന്നുള്ള ലക്ഷണമാണ് പ്രാവ് നൽകുന്നത്. ഇതും വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണ്. ഏഴാമത്തെ കാര്യം കുയിൽ എന്നുള്ളതാണ്. കുയില് നമ്മുടെ വീട്ടിന്റെ പരിസരങ്ങളിൽ, പ്രത്യേകിച്ച് വീടിന് തൊട്ടടുത്ത് വന്നിരുന്ന ഇങ്ങനെ കൂവുമ്പോൾ നമുക്കതൊരു മധുരതരമായിട്ടുള്ള ശബ്ദമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ അതിലുപരി സദ്വാർത്തകൾ കേൾക്കുക എന്നുള്ളത്, നല്ല നല്ല കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഗുണം നൽകുന്ന ചില വാർത്തകളൊക്കെ കേൾക്കാനുള്ള യോഗമാണ് ഈ കുയിലിന്റെ കൂജനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇതും വളരെ നേട്ടമുള്ള കാര്യമാണ്. എട്ടാമത്തത് കരിയില പക്ഷി എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ പീണി, ചിന്നച്ചിലപ്പൻ എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്ന കരിയില പക്ഷി എന്ന് പറയുന്ന ഈ പക്ഷി കടന്നു വരുന്നത് നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ശത്രുക്കൾ ഇല്ലാതായി പോകുന്നതിൻ്റെയും നമ്മുടെ ജീവിതത്തിലെ പുരോഗമനപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ വന്നു ചേരുന്നതിൻ്റെ സൂചനയാണ്. മാത്രമല്ല, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ചില അപമാനങ്ങൾ ഉണ്ടായെങ്കിൽ, ചില വ്യക്തികളായിട്ടാണ് അതിന് കാരണക്കാരെങ്കിൽ അവരുടെ ആ ശ്രമങ്ങൾ പരാജയപ്പെടുക, മാത്രമല്ല അവർക്ക് തന്നെ അപമാനം ഉണ്ടാകുന്ന ചില അവസ്ഥകൾ ഉണ്ടാകുക തുടങ്ങിയൊക്കെ കൂട്ടത്തോടെ വരുന്ന ഈ കരിയില പക്ഷികൾ നമ്മുടെ വീടുമായിട്ട് പരിസരമായിട്ട് ബന്ധപ്പെട്ട് വന്നാൽ ഗുണകരമായിട്ട് പറയുന്നുണ്ട്. ഒൻപതാമത്തത് പൂച്ചയും കുഞ്ഞുങ്ങളുമാണ്. ഒരു പൂച്ച വീട്ടിലേക്ക് കടന്നു വരിക, അതിനോടൊപ്പം കുഞ്ഞുങ്ങൾ അതിൻ്റെ ഉണ്ടാവുക, അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. അത് ഇന്ന കാര്യമൊന്നും പറയുന്നില്ല. പൂച്ച വന്നു കഴിഞ്ഞാൽ, കുഞ്ഞുമായിട്ട് വന്നു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ഗുണങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. വലിയൊരു സൂചനയാണ്. പത്താമത്തത് ഉപ്പനാണ്. ഉപ്പൻ എന്ന് പറയുന്ന പക്ഷി വളരെ ശുഭത്വം നൽകുന്ന ഒരു പക്ഷിയാണ്. വീട്ടിന്റെ പരിസരങ്ങളിൽ ഇങ്ങനെ വന്നിരിക്കുക, വീട്ടിന്റെ മുകളിൽ വന്നിരിക്കുക, നമ്മുടെ വീട്ടിനകത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമ്മളെ ബാധിച്ചു വന്ന ഒട്ടുമിക്ക ദോഷങ്ങളും ഒഴിഞ്ഞു പോവുകയും നമുക്ക് സദ്ഗുണങ്ങൾ കൂടുതലായിട്ട് വന്നു ചേരുകയും ചെയ്യുന്നു എന്നുള്ള സൂചനയാണിത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പറഞ്ഞ 10 തരത്തിലുള്ള അതിഥികൾ നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം ഗുണതരം തന്നെയാണ്. ഇതിൽ 3 ഒരു 1-2 മാസത്തിനുള്ളിൽ നമ്മുടെ വീട്ടിൽ കാണപ്പെടുകയാണെങ്കിൽ എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിൽ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ശക്തി ഭഗവതിയുടെ സാന്നിധ്യം, ശിവസാന്നിധ്യമൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മുടെ ജീവിതത്തിൽ ഇത്രയും നാളുമുള്ള തിരിച്ചടികളെല്ലാം മാറിക്കിട്ടിട്ട് ഏറ്റവും സദ്ഗുണങ്ങൾ വന്നു ചേരുമെന്നുള്ള സൂചനകളാണ് ഈ പ്രകൃതി നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാനെയും ഭഗവതിയൊക്കെ നമുക്ക് കൈകൂപ്പി തൊഴാം. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അകന്നു പോകുന്നതിനുള്ള സമയമായി എന്നുള്ളത് കൊണ്ട് രാമമന്ത്രങ്ങൾ ഉരുവിടാം. എല്ലാം ചേർന്ന് നമുക്ക് കരുണാമയമായിട്ടുള്ള ഒരു അന്തരീക്ഷം തരും. ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിന്റെ സൗകര്യങ്ങളും നമ്മുടെ ജീവിതഗതിയും തന്നെ മെച്ചപ്പെട്ടു വരും എന്നൊക്കെയുള്ള സൂചനയാണിത്. അപ്പോൾ ഈ സൂചനകൾ കണ്ടു കഴിഞ്ഞാൽ ഉള്ളുകൊണ്ട് നന്നായിട്ട് സന്തോഷിച്ചോളൂ. കാര്യം ഗുണങ്ങളാണ് ഇനി നിങ്ങളെ തേടിയെത്തുക. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും.
അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദന മഠം. നമസ്തേ.